How is it? Guess what it is? No, not carrot. No, not apple. No, not apple, not banana. ആപ്പിൾ അല്ല, ബനാന അല്ല, ക്യാരറ്റ് അല്ല. ഇവരുടെ ഗസ്സിങ്ങുകളൊക്കെ തെറ്റി. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അധികം നേരമൊന്നുമില്ലാതെ ഒരു 10 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് അപ്പോൾ ഡയറക്റ്റ് റെസിപ്പിയിലേക്ക് പോകാം. എന്തായാലും ഹൽവ ഉണ്ടാക്കാൻ പോകുന്നില്ലേ, പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ്, അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നട്ട്സ് ചോപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞായാലും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാൾനട്ട്, കാഷ്യൂ, ബദാം ഒരു 5-10 വെച്ച് എല്ലാവരും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് എല്ലാവരും കുറച്ച് ഗീൽ, ഒരു 1 സ്പൂൺ ഒക്കെ മതി ഗീൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിടാം. റോസ്റ്റ് ചെയ്യേണ്ട ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മുടെ നട്ട്സൊക്കെ ചെറുതായിട്ട് അരിഞ്ഞേക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഈ നട്ട്സൊക്കെ കലാകരമായി നല്ല ഭംഗിയിലൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ചോപ്പറിലിട്ട് അരിഞ്ഞതുകൊണ്ട് എല്ലാവരും വേറെ സൈസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രേപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൽവ എന്ന് പറയുമ്പോൾ അതിൽ കാഷ്യൂം ഗ്രേപ്സൊക്കെ കുറച്ച് വേണമെന്നാണല്ലോ. അതും നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് യെല്ലോ കളറുള്ള റൈസിൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കുറച്ച് നേരം ഒന്ന് ഗീൽ ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഹൽവയിലേക്ക് ഇടാനുള്ള നട്ട്സും ഗ്രേപ്സും ഒക്കെ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ആൾ വേണ്ടേ. ആളിതേ വന്നു. ഇതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടാണ് നമ്മളിന്ന് ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് മധുരക്കിഴങ്ങെന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയത്തില്ല. ഇതിനെന്താ വിളിക്കണേന്ന് കമൻറ്റ് ചെയ്ത് പറയണേ, ഒന്ന് അറിയാനാണ്. ഇതിപ്പോൾ ഒരു 1/2 kg ഉണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. മധുരക്കിഴങ്ങിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇറ്റ് ഈസ് റിച്ച് ഓഫ് വൈറ്റമിൻ എ, സി, ഫൈബർ, അങ്ങനെ പോകുന്നു ആളുടെ ലിസ്റ്റ്. ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും ഇത് നല്ലതാണ്. അതുകൊണ്ട് ഈവൻ ഡയബറ്റിക് പേഷ്യൻസിന് വരെ ഇത് കഴിക്കാനാണ് പോകുന്നത്. നമുക്കിതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ വലിയതിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഹോളുള്ളതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഈ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ടൈം അത് മാത്രമാണ് ഇതിൽ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ബാക്കിയെല്ലാം പെട്ടെന്ന് ഒരു 10 to 15 മിനിറ്റ്സിൽ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു സൂപ്പർ ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. ഡയറ്റ് നോക്കുന്ന സമയത്തും ഒരു സ്വീറ്റ് ക്രേവിങ്സിനൊക്കെ ചാൻസസ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ട് ഗീയുടെ അളവൊന്ന് കുറച്ച് സ്വീറ്റ്നെസ്സിൻ്റെയും അളവൊന്ന് കുറച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നമുക്ക് സെയിം പാനിൽ തന്നെ ഒരു ഇത്തിരി ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സിയിൽ ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഗീ ഒക്കെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം, അധികം വേണ്ട, 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ കയ്യിൽ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസിയാണ്, ഒരു 10-15 മിനിറ്റിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ബെല്ലം ശർക്കര എടുത്തിട്ട് അതിനെ പൊടിച്ചൊരു ആക്ച്വലി 1/2 കപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഷുഗർ കൂടുതലാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഹാഫിനേക്കാളും ഒരു 1/4-നോ 1/2-നോ ഇടയിൽ അത്ര ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം അളവിൽ തന്നെ ബ്രൗൺ ഷുഗർ ആയാലും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്രൗൺ ഷുഗർ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചിങ്ങനെ വെള്ളമായിട്ട് വരും. ദാറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും അത് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന നട്ട്സ് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇത് അവൽ വിളയിച്ച അതിൻ്റെയൊക്കെ ഒരു ലുക്കുണ്ട്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അപാര ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഒരു ടേസ്റ്റ് അല്ല, ഒരു പൊട്ടറ്റോൻ്റെയോ അങ്ങനെ ഒരു നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇഷ്ടമല്ലാത്തവർക്കും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു സ്വീറ്റ് പൊട്ടറ്റോയുടെ ടേസ്റ്റേ അല്ല. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ആർക്കും അങ്ങനെ ഒന്ന് മനസ്സിലാവുക തന്നെയില്ല ഇത് ഒരു സ്വീറ്റ് പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോ വെച്ച് ഉണ്ടാക്കിയ ഒരു ഹൽവയാണെന്ന് മനസ്സിലാവുക തന്നെ. ഇത് ഇങ്ങനെ തന്നെ ചൂടോട് കൂടി കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് ചിൽഡായിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.